ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സാപ് സിനി വേൾഡിലേക്ക് സ്വാഗതം. ഇതൊരു കഥയല്ല, യഥാർത്ഥത്തിൽ നടന്നൊരു സംഭവമാണ്. 2011 ഇന്ത്യാന എന്ന് പറഞ്ഞ സംസ്ഥാനത്ത് ഗാരിസ് എന്ന് പറഞ്ഞൊരു ചെറിയ നഗരമുണ്ട്. അവിടെ വെച്ച് ഒരു ചെറിയ കുടുംബത്തിന് നടന്ന സംഭവം. കുടുംബം എന്ന് പറഞ്ഞാല് അമ്മ ലാറ്റോ അമോൺസ്, 3 മക്കൾ, പിന്നെ അവരുടെ അമ്മയും. നമ്മുടെ കഥയിൽ എബണി എന്നാണ് കേട്ടോ ഈ അമ്മയുടെ പേര്. അവരവരുടെ ചെറിയ വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് താമസം മാറുകയാണ്. അവിടെ വെച്ച് ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഈ മക്കളുണ്ടല്ലോ, അവരെല്ലാം പറഞ്ഞത് ഞങ്ങൾ ആരോ ഒരാൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്, എന്തോ ഒന്ന് കഴുത്തിൽ വന്ന് മുറുകുന്നു, ചില രാത്രികളിൽ എന്തോ ഒരു രൂപമെല്ലാം കാണുന്നുണ്ട് എന്നൊക്കെയാണ്. ഡോക്ടേഴ്സും പോലീസ് ഓഫീസേഴ്സും അത് വെറും പക്വതയില്ലായ്മയോ മാനസിക പ്രശ്നങ്ങളോ ആണെന്ന് കരുതി തുടങ്ങിയിരുന്നു. പക്ഷെ ഒരു ദിവസം 3 പോലീസ് ഓഫീസർമാർ ഒന്നിച്ച് കണ്ടത് ഒരു കുട്ടി ഭിത്തിയിൽ കയറുന്നതാണ്, അതും ബാക്ക് സൈഡിലോട്ട്. എല്ലാവരും ഞെട്ടിച്ച ആ ഒരു സംഭവം, ഒരു കുടുംബത്തിന് നടന്ന യാദൃശികമായ ആ സംഭവ വികാസം, അതിനെ ആസ്പദമാക്കി തയ്യാറാക്കിയ ഒരു കഥയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. അപ്പൊ പിന്നെ എങ്ങനെ കഥ കേൾക്കല്ലേ? സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സാപ് സിനി വേൾഡ്. ഈ കുടുംബത്തിലെ ചെറിയ പയ്യനായ ആൻഡ്രയെ കാണിച്ചുകൊണ്ടാണ് ഈ കഥ തുടങ്ങുന്നത്. ഇവരിപ്പോ പുതിയ വീട്ടിലേക്ക് താമസം മാറ്റിയിട്ടുണ്ട്. ആൻഡ്ര അവന്റെ റൂമിലെ ചുമരിൽ നല്ല രൂപത്തിലൊരു പെയിന്റിങ്സ് ഒക്കെ ചെയ്ത് അത് അമ്മയായ എബണിയെ വിളിച്ച് കാണിക്കുന്നുണ്ട്. തന്റെ മകൻ വരച്ച ആ ചർച്ചിന്റെ ഫോട്ടോ എല്ലാം കണ്ട് എബണി കൊള്ളാം എന്നൊക്കെ മനസ്സിൽ വിചാരിക്കും. പക്ഷെ അവൾക്കാണെങ്കിൽ തീരെ ദൈവവിശ്വാസം ഉണ്ടാവില്ല. മകൻ ചർച്ചിന്റെ ഫോട്ടോയാണല്ലോ വരച്ചത്. ആ ഒരൊറ്റ കാരണം കൊണ്ട് അവനോട് ഡ്രോയിങ്സ് എല്ലാം നിർത്തി താഴേക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് വിളിക്കാണ്. എബണിക്ക് ദൈവവിശ്വാസം ഒന്നും ഇല്ലെങ്കിലും അവളുടെ അമ്മയായ ആൽബർട്ടക്ക് നല്ല ദൈവവിശ്വാസം ഉണ്ട്. അവളിപ്പോ ചർച്ചിലൊക്കെ പോയി പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിലേക്ക് വരും. പിന്നെ അവരെല്ലാരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ മൂത്ത മകനായ നൈറ്റിനെയും ഷാന്റെയും നമ്മൾ കാണുന്നുണ്ട്. അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് കഴിക്കുകയാണ്. നമ്മുടെ എബഡിക്ക് ഒരു ദുശീലുണ്ട് കേട്ടോ. അവൾ നന്നായിട്ട് മദ്യപിക്കുക മാത്രമല്ല, അതിനുശേഷം പിള്ളേരെ എല്ലാം നന്നായിട്ട് തല്ലുകയൊക്കെ ചെയ്യും. ആ ഒരു കാര്യത്തിന് അവളുടെ ഭർത്താവായ ജാക്സൺ പല പ്രാവശ്യം കോർട്ടിലൊക്കെ കേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ കാര്യം അവിടെ നിൽക്കട്ടെ, നമുക്ക് ഈ കഥയുടെ ബാക്കി കേൾക്കാം. ആൽബർട്ട് തന്റെ മകളായ എബണിയോട്, മോളെ നിനക്കോ ദൈവവിശ്വാസമല്ല, ഈ മക്കളെങ്കിലും നിനക്ക് അങ്ങോട്ട് പറഞ്ഞയച്ചൂടെ? ഞാൻ ഏതായാലും എല്ലാ ഞായറാഴ്ചയും ചർച്ചിൽ പോകുന്നുണ്ട്, എന്റെ കൂടെ പറഞ്ഞയച്ചാ പോരെ? അങ്ങനെയൊക്കെ ചോദിക്കും. എബണിക്കാണെങ്കിൽ ആ ഒരു കാര്യത്തിൽ തീരെ താല്പര്യം ഉണ്ടാവില്ല. തന്റെ മക്കൾക്കും ഈ ഒരു കാര്യത്തിൽ താല്പര്യമൊന്നുമില്ല, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം കൊണ്ട് നടന്നോ, ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടേണ്ടെന്നായിരിക്കും അവളുടെ മറുപടി എന്ന് പറയാൻ പറ്റില്ല. വളരെ ദേഷ്യത്തോടെയാണ് അവൾ സംസാരിക്കുന്നത്. ഇതേ സമയം നമ്മുടെ ആൻഡ്രൂ അവന് കുറച്ച് പാല് വേണം, ഗ്ലാസ് കാലിയായി എന്നൊക്കെ എബണിക്ക് കാണിച്ചു കൊടുക്കും. നീ ഓൾറെഡി കുറെ പാല് കുടിച്ചു, ഇനി പാല് കുടിക്കണ്ട എന്ന് പറയുമ്പോ ആൻഡ്രൂക്കാണ് ദേഷ്യം വന്ന് അവന് തർക്കുത്തരം പറയൂട്ടോ. എബണി ഓൾറെഡി ദേഷ്യത്തിലാണല്ലോ. എബണിന്റെ കയ്യിൽ നിന്ന് കണക്കിന് അവന് കിട്ടുകയും ചെയ്യും. അവന്റെ വായിന്ന് രക്തം വരും. ഈ ഒരു സംഭവം കണ്ട ആൽബർട്ട് അവിടെ നിന്ന് എണീറ്റ് പോകും. എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് നമ്മുടെ അമ്മമാരൊക്കെ നമ്മളെ സമാധാനിപ്പിക്കില്ലേ, അതുപോലെ എബണിയും സമാധാനിപ്പിക്കണ്ട്. ഇപ്പൊ ഇവിടെ നടന്ന ഈ കാര്യങ്ങളൊക്കെ ഷാന്റെ അവളുടെ അച്ഛനെ അറിയിക്കുന്നുണ്ട്. അച്ഛനും അവളും തമ്മിൽ നല്ല കണക്ഷനാണ്. അമ്മയും അച്ഛനും ഒന്നിച്ചല്ലല്ലോ ജീവിക്കുന്നത്. ആ ഒരു കാര്യത്തിൽ എല്ലാ മക്കൾക്കും സങ്കടമുണ്ട്. സമയം ഏകദേശം 12 മണി കഴിഞ്ഞു. എബണി അന്നത്തെ കണക്കോ കാര്യങ്ങളോ എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരിക്കുമ്പോ ഒരു പ്രാണി വന്ന് അവളെ വല്ലാതെ ശല്യം ചെയ്യും. പ്രാണിയെ ആട്ടി അകറ്റാൻ നോക്കിയെങ്കിലും ആ പ്രാണി വഴി കാണിക്കുന്ന പോലെ ഇങ്ങനെ പറക്കും. അതിന് പിന്നാലെ പോയി നോക്കുമ്പോ ആ പ്രാണി ആ വീടിന്റെ ബേസ്മെന്റ് ഉണ്ട്, അതിനകത്തോട്ട് പോകും. അവളതൊന്നും കാര്യാക്കാതെ വാതിലെ കടക്കും. എല്ലാവരും കിടന്നുറങ്ങിയ സമയം ആൻഡ്രൂ പതിയെ എണീറ്റ് ഫ്രിഡ്ജിന്റെ അങ്ങോട്ടേക്ക് വന്ന് അതിനകത്തുനിന്ന് പാല് കുടിക്കും. തന്റെ അമ്മ നേരത്തെ പാല് കുടിക്കണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ഒരു ദേഷ്യത്തിൽ വാരി വലിച്ചു കുടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കെ ഏതോ ഒരു പക്ഷി ജനല് പൊട്ടിച്ച് അവരുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുകയാണ്. ഈ ചെക്കനാണെങ്കിൽ യാതൊരു പേടിയില്ല കേട്ടോ. അവൻ പതിയെ പുറത്തു പോയി നോക്കുമ്പോ ഒരു കാക്ക അതിങ്ങനെ ചോരയൊക്കെ കുളിച്ച് അവിടെ കിടക്കുന്നത് കാണാം. ആ വീടിനകത്ത് എന്തോ ഒരു ദുരൂഹതയില്ല പോലെ നമുക്ക് തോന്നും. അങ്ങനെ അവിടെ സീൻ കട്ടായി. പിള്ളേരെല്ലാം സ്കൂളിൽ പോയി തിരിച്ചു വരികയായിരിക്കും. അവരുടെ തൊട്ട അയൽവാസിയായിട്ട് കുറച്ച് കുരുത്തം കിട്ട പിള്ളേരുണ്ട്. അതിലൊരുത്തൻ ക്ലാസ് കഴിഞ്ഞ് വരുന്നവരുടെ നേരെ കല്ലൊക്കെ എറിയുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ എബണി തന്റെ മക്കളുടെ റൂമൊക്കെ ക്ലീൻ ചെയ്യാണ്. അതിനിടയിൽ അലമാര തുറന്നപ്പോ ദേ കിടക്കുന്ന അവിടെ ഒരു മദ്യക്കുപ്പിയും കുറച്ച് ക്യാഷും. അത് അവിടെ നിന്നെടുത്ത് ക്ലാസ് കഴിഞ്ഞു വന്ന തന്റെ മൂത്ത മകനായ നെയ്റ്റിനോട് ചോദിക്കുകയാണ്, നെയ്റ്റ്, നീ ഈ ദുശീലം എപ്പോ തുടങ്ങി? ഇത് നിനക്ക് എവിടുന്നാ കിട്ടിയെന്ന്? അവനാണെങ്കിലോ എബണി കിട്ടി നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് എന്റെ ഒന്നുമല്ല, ഇത് അമ്മയുടെ തന്നെയാണ്. ഞാനത് കണ്ടപ്പോൾ ഒളിപ്പിച്ചു വെച്ചതാണ്, അമ്മ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു കാര്യം ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ അകത്തോട്ട് പോകും. ഇതേ സമയം എബണി ഷാന്റയെ ശ്രദ്ധിക്കുമ്പോ അവളുടെ മേത്തൊക്കെ രക്തം കാണാം. അല്ല മോളെ, എവിടുന്ന ഈ രക്തം പറ്റിയെന്ന് ചോദിക്കുമ്പോ അമ്മയെ ആ കുരുത്തം കെട്ട പിള്ളേരുണ്ടല്ലോ, നമ്മുടെ അയൽവാസികള്, അവര് കല്ലൊക്കെ എടുത്തെറിഞ്ഞതാണെന്ന് പറയും. ആ ഒരു കാര്യം കേട്ടപ്പോ എബണിക്ക് വല്ലാതെ ദേഷ്യം വരും. അവള് നേരെ പോയി ആ കുരുത്തം കെട്ട പിള്ളേർക്ക് 2 എണ്ണം കൊടുത്ത്, എന്റെ പിള്ളേരെ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വിവരം അറിയൂട്ടോ, ഇനി മേലാൽ ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരും. എബണിയുടെ ഈ ഒരു പെരുമാറ്റം കണ്ട് ആൽബർട്ട് നന്നായിട്ട് ഉപദേശിക്കും. മോളെ, നമ്മുടെ പഴയ ആ വീട്ടിലും നീ ഇങ്ങനെ തന്നെ ആയിരുന്നു. നിന്റെ മക്കളെയൊക്കെ നീ സ്നേഹിച്ചു വളർത്തണം, അല്ലാതെ
അല്ലാതെ അവർ നന്നായിട്ട് ശകാരിച്ചോ ചീത്ത പറഞ്ഞിട്ടൊന്നല്ല വളർത്തേണ്ടത്. നീ എപ്പോഴും നിന്റെ ജോലി, നിന്റെ കാര്യങ്ങള് അങ്ങനെയൊക്കെ നടക്കുകയാണ്. കുറെ പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് യാതൊരു കാര്യമില്ല, മക്കളെയൊക്കെ ഇടയ്ക്ക് നോക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉപദേശിക്കും. ആൽബർട്ട് അവളോട് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും എബണിക്ക് തീരെ പറ്റുന്നില്ല. അമ്മ വളർത്തിയത് എങ്ങനെയാണെന്ന് എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുതെന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് ആ വീടിന്റെ ബാക്ക് യാർഡിലേക്ക് പോവാണ്. ഒരു സിഗരറ്റ് ഒക്കെ വലിച്ച് മൈൻഡ് ഒന്ന് റിലാക്സ് ആക്കാനായിട്ട് അവിടെ ചെന്നപ്പോ അവള് കാണുന്നത് മറ്റൊരു കാഴ്ചയാണ്. ആൻഡ്രൂ ഏതോ ഒരു ഭാഷയിൽ ആരോടോ സംസാരിക്കുന്നതാണ്. അവൻ ആരോടാ സംസാരിച്ചെന്ന് ചോദിച്ചപ്പോ ഞാൻ ആരോടും സംസാരിച്ചില്ലല്ലോ, വെറുതെ എന്നോട് തന്നെ സംസാരിച്ചാന്ന് പറയും. എബോണിക്ക് അപ്പൊ എന്തോ ഒരു പന്തികേടൊക്കെ തോന്നും. അതൊന്നും കാര്യാക്കാതെ അവൾ അവനോട് അകത്തു പോവാൻ പറയും. അങ്ങനെ രാത്രിയായി തുടങ്ങി. ഈ സമയം എല്ലാവരും ഹാളിലാണ്. ഒരു ഭാഗത്ത് സ്ത്രീകളെല്ലാരും മുടി റെഡിയാക്കുന്നു. ആൻഡ്രൂ നെയ്റ്റ് പോപ്കോൺ ഒക്കെ കഴിച്ച് TV കാണുന്നു. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം ഷാൻഡയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് എബോണി അവളോട്, അല്ല മോളെ, നിന്റെ ബർത്ത്ഡേ അല്ലേ നാളെ, നിന്റെ അച്ഛൻ വരുന്നുണ്ടോ? വരികയാണെങ്കിൽ നമുക്ക് നല്ലൊരു പാർട്ടി ഉണ്ടാക്കായിരുന്നു, അങ്ങനെയൊക്കെ ചോദിക്കും. ഇത് കേട്ട ഷാൻഡയാണെങ്കിൽ, ഓ അപ്പൊ അച്ഛൻ വന്നാൽ മാത്രമേ ഉള്ളൂലേ ഇവിടെ ബർത്ത്ഡേ പാർട്ടി ഉണ്ടാക്കുള്ളൂ എന്നായിരിക്കും അവളുടെ മറുപടി. ഏയ്, ഞാൻ അതല്ല പറഞ്ഞത്, ചെറിയ രൂപത്തിൽ എന്തായാലും നമ്മൾ പാർട്ടി നടത്തും. അച്ഛനുണ്ടെങ്കിൽ ഒന്നുകൂടെ ഗ്രാൻഡ് ആക്കായിരുന്നു. ജാക്സൺ ആ വീട്ടിലേക്ക് വരുന്നത് എബോണിക്ക് ഇപ്പൊ സമ്മതാണ്. ആ ഒരു കാര്യം വ്യക്തമാക്കുന്ന രൂപത്തിൽ എബോണി ഷാൻഡയെ ഇങ്ങനെ നോക്കും. ഷാൻഡെ അതിനെ കുറിച്ചൊന്നും പറയാതെ തനിക്കൊരു പുതിയ ഫോൺ വാങ്ങിത്തരാമോ എന്ന് ചോദിക്കും. എബോണിയുടെ മാത്രം ശമ്പളം കൊണ്ടാണ് ഈ ഒരു കുടുംബം ജീവിച്ചു പോകുന്നത്, അതുകൊണ്ട് നിനക്കിപ്പോ ഒരു ഫോണില്ലേ എന്റെ പൊന്നുമോള്, അത് വെച്ച് തൃപ്തിപ്പെടുന്നതായിരിക്കും എബോണിന്റെ മറുപടി. ഷാൻഡെ പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ, എന്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഒരു പുതിയ ഫോൺ കിട്ടിയേനെ എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകും. സമയം ഇപ്പോൾ അർദ്ധരാത്രിയായി. തലേ ദിവസം എബോണിക്ക് ഒരു അനുഭവം ഉണ്ടായില്ലേ, ആ ഒരു പ്രാണി വന്നിട്ട് അതേ സംഭവം വീണ്ടും ആവർത്തിക്കുകയാണ്. ആ ഒരു പ്രാണി വന്ന് ആ ബേസ്മെന്റ് അകത്തോട്ട് പോകുന്നു. അതിനകത്ത് എന്താന്നുള്ളത് പോലും നോക്കാതെ എബോണിയെ കഥ കടച്ചുറങ്ങാൻ പോകും. പിറ്റേ ദിവസം ആൽബർട്ട പുറത്തു പോകാനായി ഒരുങ്ങുന്നതാണ് കാണുന്നത്. പുറത്തു പോകാനാന്ന് പറഞ്ഞാല് നമ്മുടെ ആൽബർട്ടേക്ക് ക്യാൻസർ ആണ്. പാവം കീമോതെറാപ്പി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. എന്താണേലും ഒന്ന് ഒരുങ്ങി കെട്ടി വന്ന വയസ്സായ സ്ത്രീയാണെന്നൊന്നും ആരും പറയില്ല. ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ആൽബർട്ടയെ കണ്ട് ചില ഞരമ്പ് രോഗികളൊക്കെ ഇങ്ങനെ ഫ്ലൈറ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ആസ്വദിച്ച് തെറാപ്പിക്കായി അവൾ ഹോസ്പിറ്റലിൽ പ്രവേശിക്കും. മെൽവിൻ എന്ന് പറഞ്ഞൊരു നേഴ്സാണ് അവൾക്ക് തെറാപ്പി ചെയ്യുന്നത്. തെറാപ്പി മാത്രമല്ല, പുറത്ത് ആളുകൾ ആൽബർട്ടയെ ഫ്ലേട്ടിംഗ് ചെയ്യുമ്പോൾ ഇവിടെ ആൽബർട്ട മെൽവിനെയാണ് ഫ്ലേട്ടിംഗ് ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ അവിടെയുള്ള രണ്ട് പേഷ്യൻസ് കണ്ട് അസൂയപ്പെടുന്നുണ്ട്. ഇത് കണ്ട ആൽബർട്ട നിങ്ങളെ പണി നോക്കുന്നും പറഞ്ഞ് മെൽവിനോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഇതേ ദിവസം നമ്മുടെ ഷാനയുടെ ബർത്ത്ഡേ പാർട്ടി ആണല്ലോ. മെൽവിനെ ആ പാർട്ടിയിലേക്ക് ക്ഷണിച്ച് ആൽബർട്ട അവിടെ നിന്ന് പോകുമ്പോൾ ഹോസ്പിറ്റലിലെ റിസപ്ഷനിസ്റ്റ് അവളെ വിളിച്ച് 2 മാസമായിട്ട് കീമോതെറാപ്പിക്കുള്ള പൈസ ഒന്നും കിട്ടിയിട്ടില്ല, എത്രയും പെട്ടെന്ന് അത് അടച്ചു തീർക്കണമെന്ന് പറയും. ഇത് കേട്ട ആൽബർട്ട് ഒന്ന് ഷോക്കാവട്ടോ. നമ്മുടെ നാട്ടിലെ പോലെയല്ല, പുറം രാജ്യത്തൊക്കെ ഹെൽത്ത് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യത്തിനും ഇൻഷുറൻസ് കമ്പനിയാണ് പൈസ ചെലവാക്കുക. ഇത്രയും കാലം തന്റെ ട്രീറ്റ്മെന്റ് എല്ലാം ഇൻഷുറൻസ് കമ്പനിയാണ് നോക്കിയത് എന്നൊക്കെയാണ് അവൾ വിചാരിച്ചിരുന്നത്. എന്നാൽ ആ റിസപ്ഷനിസ്റ്റ് പറയുമ്പോഴാണ് അതിന്റെ സത്യാവസ്ഥ അവൾ മനസ്സിലാക്കുന്നത്. അവളുടെ മകളായ ബോണിയായിരുന്നു ഇത്രയും കാലം ട്രീറ്റ്മെന്റ് ആയിട്ടുള്ള ക്യാഷ് ഒക്കെ മുടക്കിയത്. ആൽബർട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഈ ഒരു ഹോസ്പിറ്റലിൽ ഇൻഷുറൻസ് ലഭ്യമല്ല എന്നറിഞ്ഞിട്ടും തന്റെ അമ്മയ്ക്ക് തെറാപ്പിക്ക് കംഫർട്ട് ഇവിടെയാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് എബോണി ചിലവ് വഹിച്ചിരുന്നത്. ഇതെല്ലാം അറിഞ്ഞ് നമ്മുടെ ആൽബർട്ടയാണെങ്കിൽ മാനസികപരമായി ഡൗൺ ആകും. കാരണം വേറൊന്നുമില്ല കേട്ടോ, എപ്പോഴും തന്റെ മകളുടെ ജോലിയെയും പ്രവൃത്തിയെയും ശകാരിച്ചിട്ടേ ഉള്ളൂ, ഒരു നല്ല വാക്ക് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇതെല്ലാം ആലോചിച്ച് തന്റെ വീട്ടിൽ സങ്കടപ്പെട്ടിരിക്കുകയാണ് ആൽബർട്ട. ഇതേ സമയത്താണ് കേട്ടോ എബോണി ജോലിയൊക്കെ കഴിഞ്ഞ് മദ്യപിച്ച് 4 കാലിൽ അങ്ങോട്ടേക്ക് വരുന്നത്. ആ ഒരു വരവ് മകനായ നെയ്റ്റ് കാണുന്നുണ്ട്. വീടിനകത്തെത്തിയ എബോണിയോട്, മോളെ ഇത്രയും കാലം നീ എന്തിനാ എന്റെ ട്രീറ്റ്മെന്റ് നോക്കിയിരുന്നത്? ഇൻഷുറൻസ് കിട്ടുന്ന ഹോസ്പിറ്റലിൽ നോക്കിയാൽ മതിയായിരുന്നില്ലേ, എന്തിനാ നീ അങ്ങനെ ചെയ്തത്? ഇതൊന്നും മനസ്സിലാക്കാതെ ഞാനാണെങ്കിൽ കുറേ നിന്നെ ചീത്ത പറഞ്ഞു എന്നൊക്കെയാണ് നമ്മുടെ ആൽബർട്ട് ചോദിക്കുന്നത്. എബോണി ആണെങ്കിലോ മദ്യപിച്ച് വേറെ ഏതോ ഒരു അവസ്ഥയിലാണ്. ആ ഒരു ചോദ്യത്തിന് മറുപടി ഒന്നും പറയാതെ എബോണി കിടന്നുറങ്ങാൻ പോകും. ഉറങ്ങിക്കൊണ്ടിരിക്കെ സ്വപ്നത്തിൽ എന്ന പോലെ ഏതോ ഒരു വ്യക്തി അവളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നതായിട്ട് തോന്നും. ഉറക്കത്തിൽ നിന്ന് കണ്ണു തുറന്നപ്പോ ആരെയും അവിടെ കാണുന്നുമില്ല, എന്നാൽ ആരോ നടന്നു പോകുന്ന ശബ്ദവും കേൾക്കുന്നുണ്ട്. പിന്നെ എബോണി ഒരു നിമിഷം പോലും കാത്തു നിൽക്കാതെ ബേസ്ബോൾ കളിക്കുന്ന ബാറ്റില്ലേ, ആ ബാറ്റ് എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോവാണ് ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക്. എന്നാൽ അവിടെ ആരെയും കാണുന്നില്ല എന്ന് മാത്രമല്ല, ബേസ്മെന്റിന്റെ ആ ഡോർ ഓപ്പൺ ആയി കിടക്കുന്നുണ്ട്. അകത്തു കയറിയ എബോണി ആണെങ്കിൽ ഒന്നും തന്നെ കാണുന്നില്ല. പക്ഷെ എന്തൊരു വല്ലാത്തൊരു ദുർഗന്ധം. അവൾ പെട്ടെന്ന് തന്നെ ഡോറൊക്കെ അടച്ചെങ്കിലും ദുർഗന്ധം കാരണം അവൾക്ക് ഛർദ്ദിക്കാൻ വരും. അങ്ങനെ അടുക്കളയിൽ പോയി ഛർദ്ദിച്ചുകൊണ്ടിരിക്കെ മൂത്ത മകനായ നെയ്റ്റ് അങ്ങോട്ടേക്ക് വരും. നെയ്റ്റ് വിചാരിച്ചത് തന്റെ അമ്മ വെള്ളമടിച്ച് ഛർദ്ദിക്കുക എന്നാണ്. പിന്നെ അവൻ അവളോട് ഇങ്ങനെ ചോദിക്കും, അല്ല അമ്മേ, ആൽക്കോളിന്റെ കുപ്പിയല്ലേ അമ്മക്ക് നേരത്തെ കിട്ടിയത്? അതിന്റെ സൈഡിലായിട്ട് കുറച്ച് ക്യാഷ് ഉണ്ടായിരുന്നല്ലോ, ആ ക്യാഷ് എവിടെ? അതെനിക്ക് താ എന്ന് പറയും. തന്റെ മകന് താൻ വെള്ളമടിച്ചോന്ന് സംശയമുണ്ടെന്ന് മനസ്സിലാക്കിയ ബോണി, അല്ല മോനെ, ആ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, നിനക്ക് എവിടുന്ന ഇത്ര അധികം ക്യാഷ്? നീ ഇപ്പൊ ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ, നീ വല്ല ഡ്രഗ് ഡീലറോ അങ്ങനെ എന്തെങ്കിലും ആയി മാറിയോ? അങ്ങനെയാണെങ്കിൽ പൊന്നു മോനെ, നിന്റെ തല ഞാൻ അടിച്ചു പൊളിക്കുന്നു പറയും. തന്റെ അച്ഛനിടക്ക് ക്യാഷ് ഒക്കെ തരാറുണ്ട്, മണി ഓർഡറൊക്കെ ആയിട്ട് അയച്ചു തരാറുണ്ട്. അങ്ങനെയായിരിക്കും നെയ്റ്റിന്റെ മറുപടി. തന്റെ ഭർത്താവായ ജാക്സൺ ആണ് ക്യാഷ് കൊടുക്കുന്നതെന്ന് അറിഞ്ഞപ്പോ എബോണിക്ക് വല്ലാതെ ദേഷ്യം വരും. പിന്നെ അവിടെ രണ്ടുപേരും ഒരു വാക്ക് തർക്കമുണ്ടാകും. അതിനിടെ നെയ്റ്റ് പതിയെ ആ ദേഷ്യത്തില് അവന്റെ അമ്മയെ തള്ളി താഴെയിടും. ആ ദേഷ്യത്തിൽ എബോണി വന്ന് നെയ്റ്റിനെ കുറെ തല്ലും. ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് ആൻഡ്രൂ അങ്ങോട്ടേക്ക് വരുന്നത്. അമ്മേ, നെയ്റ്റിനെ തല്ലല്ലേ എന്ന് പറഞ്ഞ് അവന് മുന്നോട്ടേക്ക് വരുമ്പോ എന്തോ ഒരു വസ്തുവിൽ തട്ടി അവൻ താഴെ വീഴാണ്. വീണത് പോട്ടെ, അവന്റെ കൈ
കയ്യിനാണെങ്കിൽ നല്ലൊരു പരിക്കും പറ്റുന്നുണ്ട്. എബോണി തന്റെ ക്യാഷ് എടുത്ത് വെള്ളം അടിച്ചോ സംശയിച്ച നെയ്റ്റ് പിന്നെ പറയുന്നത്, ഞാൻ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കില്ല, ഞാൻ പോകുകയാണ് എന്റെ അച്ഛന്റെ അടുത്തേക്ക് എന്നും പറഞ്ഞ് അവൻ ദേഷ്യപ്പെട്ട് കിടക്കാൻ പോകും. തന്റെ മകൻ തന്നെ വിട്ടു പോവാതിരിക്കാനായിട്ട് അവൾ എടുത്ത ക്യാഷ് അവന്റെ മകന്റെ മേശയിൽ കൊണ്ടുവയ്ക്കാണ്. മാത്രല്ല അവള് പറയുന്നുണ്ട്, മോനെ നിങ്ങളൊക്കെ തന്നെ എനിക്കുള്ളൂ, നീ ഇവിടെ നിന്ന് എന്നെ വിട്ടു പോകരുത് കേട്ടോ. ചെറിയൊരു സങ്കടത്തിൽ ആ ഒരു കാര്യം പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകും. പിറ്റേ ദിവസമായപ്പോ നമ്മുടെ വീട് ക്ലീൻ ചെയ്യുന്ന ഒരു ഏജൻസി ഒക്കെ ഉണ്ടാവില്ലേ, ഡീപ് ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന, അങ്ങനെ ഏജൻസിനെ വിളിച്ച് തന്റെ ബേസ്മെന്റിൽ എന്തോ ഉണ്ട് പരിശോധിക്കണം എന്ന് പറഞ്ഞ് അവൾ വിളിച്ചു വരുത്തും. ബേസ്മെന്റ് പരിശോധിച്ച അവർക്ക് ഒരു ചത്ത പൂച്ചയാണ് കിട്ടുന്നത്. മാം, ഇതായിരുന്നു നിങ്ങളുടെ ബേസ്മെന്റിൽ ഉണ്ടായിരുന്നത്, ഞങ്ങളത് പുറത്തെടുത്തിട്ടുണ്ട്, ഈ ക്ലീനിങ്ങിന്റെ ഭാഗമായി ഒരു $60 ചാർജ് ആയിട്ടുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഹൗസ് ഓണറിന്റെ കയ്യിൽ നിന്ന് മേടിച്ചോളൂ, ഞങ്ങൾ വന്നപ്പോഴേ ആ ഒരു സംഭവം അവിടെ ഉണ്ട്, എന്റെ കയ്യിൽ നിങ്ങൾക്ക് തരാനായിട്ട് ഒരു ചില്ലി കാശ് പോലും ഇല്ല എന്നായിരിക്കും എബോണിന്റെ മറുപടി. എബോണിന്റെ കയ്യിൽ ക്യാഷ് ഇല്ലെന്ന് അറിഞ്ഞപ്പോ എന്നാ പിന്നെ ആ പൂച്ചയെ കിട്ടിയ സ്ഥലത്ത് തന്നെ കൊണ്ടുപോയിടുമെന്നായിരിക്കും അവരുടെ മറുപടി. ഏജന്റിന്റെ ആ ഒരു മറുപടി കേട്ട നെയ്റ്റ് തന്റെ കയ്യിൽ ക്യാഷ് ഉണ്ടെന്നും അത് താൻ കൊടുത്തോളാന്നും പറഞ്ഞ് അവൻ അകത്തോട്ട് ക്യാഷ് എടുക്കാനായിട്ട് പോകും. ഇതേ സമയം സിന്ധിയ എന്ന് പറഞ്ഞൊരു ഓഫീസർ വരികയാണ്. ഓഫീസർ എന്ന് പറഞ്ഞാൽ DCS ഓഫീസർ കേട്ടോ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ല ജാക്സണ് കേസ് കൊടുത്തിരുന്നു ഈ എബോണിക്കെതിരെ എന്നൊക്കെ, തന്റെ മക്കളെ എബോണി ഉപദ്രവിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതിനായി ഗവൺമെന്റ് അസൈൻ ചെയ്ത ഡെപ്യൂട്ടി ഓഫ് ചിൽഡ്രൻ സർവീസ് ഓഫീസറാണ് ഈ ഒരു സിന്ധിയ. എബോണിയും കുടുംബവും വീട് മാറിയ കാര്യം അറിഞ്ഞിട്ടാണ് ഈ സിന്ധിയ വന്നിട്ടുള്ളത്. സിന്ധിയ പിന്നെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അല്ല എബോണി, കേസ് നടക്കുന്നതൊക്കെ നിനക്കറിയില്ലേ, പിന്നെ എന്തുകൊണ്ട് വീട് മാറുന്ന കാര്യമൊന്നും അവിടെ ഒന്നും പറഞ്ഞില്ല, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു അഡ്രസ്സ് കണ്ടുപിടിച്ചത്, പിന്നെ നീയും നിന്റെ മക്കളും എല്ലാം എന്റെ നിരീക്ഷണത്തിലാണ്, ഇനി അങ്ങോട്ട് എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും എന്നെ അറിയിച്ചിട്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ സിന്ധിയ വേറൊരു കാര്യം കൂടെ കാണുകയാണ്. ഷാൻഡയുടെ കയ്യിൽ എന്തോ ഒരു പാട്, എബോണി ഉപദ്രവിച്ചിട്ടാണ് ആ ഒരു പാട് വന്നതെന്നാണ് സിന്ധിയ വിചാരിച്ചത്. ഷാൻഡയോട് അവള് ചോദിച്ചു കേട്ടോ എങ്ങനെയാണ് ആ പാട് വന്നതെന്നൊക്കെ. അതെങ്ങനെ വന്നത് എന്നുള്ളത് തനിക്കറിയില്ല എന്നും ഇന്ന് രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീറ്റപ്പോ ആ ഒരു പാട് അവിടെ ഉണ്ടെന്നും അവള് പറയും. സിന്ധിയ ആൻഡ്രയെ നോക്കിയപ്പോഴോ അവന്റെ കൈ ഇതേ ഒടിഞ്ഞ പോലെ കിടക്കുന്നു. ആ ഒരു കാര്യം ആൻഡ്രയോട് തിരക്കിയപ്പോഴോ താൻ ഗ്രൗണ്ടിൽ കളിച്ചപ്പോ വീണതാണ് എന്നായിരിക്കും അവന്റെ മറുപടി. പക്ഷേ ആ മറുപടിയിലൊന്നും സിന്ധിയ സാറ്റിസ്ഫൈഡ് ആവില്ല. അവൾ എബോണിയോട്, എന്താ എബോണി നീ ഇപ്പോഴും മക്കളെ അടിക്കാറുണ്ടോ, ഷാൻഡിയുടെ കയ്യിൽ പാട് കാണുന്നു, ആൻഡ്രയുടെ കയ്യിലും ദേ പരിക്കുണ്ട്, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം എന്റെ മക്കള് തന്നില്ലേ, പിന്നെ എന്തിനാ എന്നോട് ചോദിക്കുന്നതെന്നായിരിക്കും അവളുടെ മറുപടി. കുട്ടികൾ ആ കാര്യമെല്ലാം പറഞ്ഞെങ്കിലും സിന്ധിയക്ക് അതൊന്നും വിശ്വാസമായിട്ടില്ല. ഇപ്പോഴും എബോണി ഉപദ്രവിച്ചതാണ് എന്നാണ് അവളുടെ വിശ്വാസം. സിന്ധിയ അവിടെ നിന്ന് എണീറ്റ് ഷാൻഡക്ക് ഒരു കാർഡ് കൊടുത്തിട്ട് പറയും, എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യണം, അതിന് ഏത് സമയത്താണെങ്കിൽ പോലും എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുകയാണ്. പോകുന്ന സമയത്ത് അവരുടെ വീടിന്റെ പുറത്തൊരു കാറിലായിട്ട് ഒരു സ്ത്രീ ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. അത് ആരാന്നുള്ളത് എബോണിക്കും അറിയില്ല, അവളുടെ അമ്മയ്ക്കും അറിയില്ല. അവരുടെ വിചാരം അത് സിന്ധിയുടെ കൂടെ വന്ന ഒരു DCS ഓഫീസർ ആയിരിക്കും എന്നാണ്. അങ്ങനെ ഇപ്പൊ നമ്മുടെ ഷാൻഡയുടെ ബർത്ത്ഡേ പാർട്ടിയായി, കേക്കൊക്കെ മുറിച്ച് എല്ലാവരും ഷാൻഡയുടെ ബർത്ത്ഡേ വിശ്വാസമൊക്കെ കൊടുത്ത് പാട്ടൊക്കെ വെച്ച് ഡാൻസ് ചെയ്ത് ഇങ്ങനെ ആഘോഷിച്ച് നിൽക്കുന്ന സമയം എബോണി തന്റെ മകനായ ആൻഡ്രയോട്, മോനെ നിനക്ക് കിടന്നുറങ്ങാൻ സമയമായി, പോയി കിടന്നുറങ്ങെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പറഞ്ഞേക്കും. നമ്മുടെ ഷാൻഡ ഒരു മൊബൈൽ ഫോൺ ചോദിച്ചിരുന്നില്ലേ അവളുടെ അമ്മയോട്, ഷാൻഡയുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ആ ഒരു ഫോൺ കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ല എന്താണ് അമ്മ ഇത്, അച്ഛനുണ്ടായിരുന്നെങ്കിൽ കിട്ടുമെന്ന് പറഞ്ഞത് കൊണ്ടാണോ അമ്മ വാങ്ങിത്തന്നത് എന്ന് തമാശ രൂപേണ അവൾ ചോദിക്കുന്നുണ്ട്. ഏയ് അല്ല മോളെ, നീ എന്റെ പൊന്നു മോളല്ലേ, നിനക്ക് ഞാനല്ലാതെ വേറെ ആരാണ് വാങ്ങി തരാന്നും പറഞ്ഞ് അവളെയും ഉറങ്ങാനായി പറഞ്ഞേക്കും. ഇപ്പോഴും എല്ലാവരും അവിടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടെ ആ ബേസ്മെന്റിന്റെ ഡോറ് ആരോ കഥകൾ തട്ടുന്ന പോലെ ശബ്ദമുണ്ടാകും. എബോണി പതിയെ അങ്ങോട്ടേക്ക് വന്ന് നോക്കുമ്പോൾ താൻ നേരത്തെ ഉറങ്ങാൻ പറഞ്ഞയച്ച തന്റെ മകനായ ആൻഡ്രൂ അവൻ എന്തോ ഒരു അബോധാവസ്ഥയിലാണ് നിൽക്കുന്നത്. ആൻഡ്രൂ നീ എന്താ ഇവിടെ, നിന്നെ ഞാൻ ഉറങ്ങാൻ പറഞ്ഞയച്ചതല്ലേ എന്ന് പറഞ്ഞ് തട്ടി ഉണർത്തുമ്പോഴാണ് അവൻ ആ അബോധാവസ്ഥയിൽ നിന്ന് കണ്ണു തുറക്കുന്നത്. എന്താണ് അവന് സംഭവിച്ചത് എന്നൊന്നും അവന് മനസ്സിലാവുന്നില്ല കേട്ടോ. അല്ല മോനെ, നീ എന്തിനാ ബേസ്മെന്റിലേക്ക് പോയത്, ഞാൻ നിന്നെ ഉറങ്ങാൻ പറഞ്ഞയച്ചതല്ലേ, എന്തിനാ അങ്ങോട്ടേക്ക് പോയതെന്ന് എബോണി ചോദിച്ചപ്പോ താഴെ ബേസ്മെന്റിൽ ട്രേയോട് സംസാരിക്കായിരുന്നു എന്നാണ് അവന്റെ മറുപടി. ട്രേയോ ആരാണിപ്പോ അതെന്ന് ചോദിച്ചപ്പോഴോ നമ്മുടെ വീട്ടില് നമ്മളെ കൂടാതെ വേറെ ഒരാളും കൂടെ ഉണ്ട്. ട്രേ ഞങ്ങളുടെ റൂമിലും ബാത്റൂമിലും എല്ലായിടത്തും അവനുണ്ട്. തന്റെ മകൻ ഉറക്കപ്പിച്ചിൽ എന്തോ എന്ന് പറയാണെന്നായിരിക്കട്ടെ എബോണി വിചാരിച്ചത്. അവൾ വീണ്ടും അവനെ ഉറങ്ങാനായിട്ട് പറഞ്ഞയക്കും. അങ്ങനെ കുറെ നേരത്തെ പാർട്ടിക്ക് ശേഷം എല്ലാവരെയും യാത്രയാക്കി എബോണി വീണ്ടും തിരിച്ചു വരുമ്പോ ദേ കിടക്കുന്നു ഉറങ്ങാൻ പറഞ്ഞയച്ച ആൻഡ്രൂ വീണ്ടും ആ ഹാളിൽ നിൽക്കുക എന്ന് പറഞ്ഞാല് കുമ്പളങ്ങി നൈറ്റ്സില് നമ്മുടെ ഷെമ്മി നിൽക്കൂലേ ആ ഒരു കോർണറിൽ പോയിട്ട് അതേപോലെ അവൾ വീണ്ടും തന്റെ മകനെ വിളിച്ച് വീണ്ടും അവനെ കൊണ്ടുപോയി കിടത്തും. എല്ലാവരും കിടന്നുറങ്ങുന്ന സമയം കഥകിലോ ചുമരിലോ അതോ എവിടെയെന്നറിയില്ല ആരോ അടിക്കുന്ന ശബ്ദം. ഈ ശബ്ദം കേട്ടി എല്ലാവരും ഉണരുകയാണ്. മാത്രല്ല തന്റെ മക്കൾ ആരെങ്കിലും ശബ്ദം ഉണ്ടാക്കാന്ന് വിചാരിച്ച് എബോണി എണീറ്റ് പോകുന്നത് കാണാം. മറുഭാഗത്ത് നമ്മുടെ ആൽബർട്ട് ഉണ്ടല്ലോ, അവള് തന്റെ സുഹൃത്തല്ല കേട്ടോ, ആ നേഴ്സ് ഉണ്ടല്ലോ, അവളെ ട്രീറ്റ്മെന്റ് ചെയ്തിരുന്ന ആ നേഴ്സ് അവനോട് സംസാരിച്ച് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് അവനെ പറഞ്ഞേക്കാണ്. ഈ ഒരു സമയത്താണ് കേട്ടോ ആൽബർട്ടയും ആ ശബ്ദം കേൾക്കുന്നത്. തന്റെ പേരക്കുട്ടികൾ ഗ്രാൻഡ്മ ഒന്ന് പെട്ടെന്ന് ഓടി വരണേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ആ ശബ്ദം കേട്ടിട്ടാണ് ആൽബർട്ട് അങ്ങോട്ടേക്ക് വന്നത്. അവൾ വന്ന് നോക്കുമ്പോഴോ പേടിച്ചു വിറച്ചിരിക്കുന്ന ആ 3 പേരക്കുട്ടികൾ. എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോ ബേസ്ബോൾ ബാറ്റ് എടുത്ത് അമ്മ ആ ചുമരടിച്ചങ്ങ് പൊട്ടിച്ചു. എന്താ കാര്യമൊന്നും ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയും. ഇന്ന് എബോണി നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടല്ലോ. ആൽബർട്ട് വിചാരിച്ചത് ആ ഒരു മദ്യപാനം കൊണ്ടാണ് ഈ ഒരു പ്രവൃത്തി എന്നാണ്. മുൻപെല്ലാം അവളെ ശകാരിക്കുമെങ്കിലും ഇപ്പോ ആൽബർട്ട്
ഒന്നും തന്നെ പറയാതെ ആ മക്കളെ കൊണ്ട് അവിടെ നിന്ന് പോകുകയാണ്. പിറ്റേ ദിവസം ക്ലാസ്സിൽ പോയ കുട്ടികൾക്കെല്ലാം വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടാവും. ആൻഡ്രൂ അവനിപ്പോ ചെറിയ കുട്ടിയാണല്ലോ. ടീച്ചറോട് ക്ലാസ് നടന്നുകൊണ്ടിരിക്കെ വാഷ്റൂമിൽ പോകണമെന്ന് പറയുകയും അതിനായി ബാക്കിലോട്ട് പോകും. പക്ഷേ വാഷ്റൂമിൽ പോകുന്നതിന് പകരം അവൻ ആ ക്ലാസ് റൂമിൽ തന്നെ ആ കാര്യം സാധിക്കുകയാണ്. സാധിക്കുക മാത്രമല്ല, ഒരു ഭ്രാന്തനെ പോലെ അതെടുത്ത് എല്ലാവരും ദേഹത്തെല്ലാം അറിയുന്നു. ഈ സമയം ഷാന്റെ മ്യൂസിക്കൽ ക്ലാസ് എല്ലാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തന്റെ അധ്യാപകനോട് തനിക്ക് വയറുവേദനയുണ്ട്, കുറച്ച് എമർജൻസി ആണെന്ന് പറയുകയും ഉടനെ തന്നെ നിലത്തെല്ലാം രക്തം വീഴുന്നതായിട്ട് കാണാം. മൂത്ത മകൻ നെയ്റ്റോ തന്റെ ക്ലാസ് ടീച്ചറുടെ മകൻ എയ്ഡ്സ് ഒന്ന് മരിച്ചു എന്ന് കേട്ടപ്പോ ചിരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മരണവാർത്ത കേട്ടിട്ടാണ് കേട്ടോ അവന് ചിരിക്കുന്നത്. ടീച്ചർ ഇങ്ങനെ പറയുന്നുണ്ട്, എന്റെ മകൻ മരിച്ച കഥയാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ നിനക്ക് ചിരിക്കാൻ വേണ്ടി ചാർലി ചാപ്ലിന്റെ കഥയൊന്നുമല്ല, മിണ്ടാതിരിക്കടാ അവിടെ. അങ്ങനെയൊക്കെ ദേഷ്യപ്പെട്ട് പറഞ്ഞെങ്കിലും ആ ചിരിയൊന്നും നിർത്താതെ അവൻ കണ്ടിന്യൂ ചെയ്യുന്നു. പിന്നെ 3 പേരെയും ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ്. ഈ വാർത്ത അറിഞ്ഞ് എബോണിയും ആൽബർട്ടിയും അങ്ങോട്ടേക്ക് വന്ന് ഡോക്ടറോട് ചോദിക്കും, ഡോക്ടർ, ഞങ്ങളുടെ കുട്ടികൾക്ക് എന്താണ് സംഭവിച്ചത്? മെഡിക്കൽ റിപ്പോർട്ടിൽ അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെയൊക്കെ ചോദിക്കും. എല്ലാ കാര്യത്തിലും അവർ ഓക്കെയാണ്, മെഡിക്കലി അവർ ഫിറ്റ് ആണ്, നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാം, അതായിരിക്കും ആ ഡോക്ടറുടെ മറുപടി. പക്ഷെ അപ്പോഴേക്കും എബോണിക്ക് ആ വീട്ടിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാകൂട്ടോ. മെഡിക്കലി ഒരു കുഴപ്പവുമില്ല, പക്ഷെ ആ കുട്ടികള് അവർ ചെയ്ത പ്രവൃത്തികള് ഒട്ടും സ്വാഭാവികമല്ലല്ലോ. അതുകൊണ്ട് എബോണി ഡോക്ടറോട് ചൂടാവും, നിങ്ങൾ മര്യാദ എന്റെ കുട്ടികളെ നോക്കിയിട്ടില്ല, ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്യണം, എന്തൊക്കെയോ പ്രശ്നമുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ അവളുടെ അമ്മ, നീ എന്തിനാ ഡോക്ടറോട് ചൂടാവുന്നതെന്നും പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ച് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകും. ഡോക്ടറിന്റെ അടുത്ത് കൂടുതൽ സംസാരിക്കാൻ സമ്മതിക്കാതെയാണല്ലോ എബോണിയെ അവളുടെ അമ്മ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ആ ഒരു കാര്യം എബോണിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അവൾ തന്റെ അമ്മയോട്, അല്ല, നിങ്ങൾ ആ ഡോക്ടറിന്റെ ഭാഗത്താണോ അതോ എന്റെ ഭാഗത്തോ? നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ ഒരു വാക്ക് പോലും സംസാരിച്ചില്ലല്ലോ. അങ്ങനെയൊക്കെ പറയുമ്പോൾ അവളുടെ അമ്മ പറയാണ്, മോളെ, നമ്മുടെ കുട്ടികൾക്കൊന്നും സംഭവിച്ചിട്ടില്ല, നീ ഇന്നലെ പാർട്ടിക്കിടയിൽ നന്നായിട്ട് മദ്യപിച്ചിരുന്നു, ആ ഒരു കാരണം കൊണ്ടാണ് നീ ആ ചുമരെല്ലാം അടിച്ചു പൊളിച്ചത്. അത് കണ്ട് നമ്മുടെ കുട്ടികളുടെ മനസ്സെല്ലാം തളർന്നിരിക്കുകയാണ്, അതാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ആ ഒരു കാര്യം കേട്ടപ്പോ നമ്മുടെ എബോണി തന്റെ അമ്മയോട് തെറ്റി വീട്ടിലേക്ക് മടങ്ങും. അവളിപ്പോ നമ്മുടെ ആൻഡ്രൂവിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അവളുടെ ഫോൺ ഇങ്ങനെ റിങ് ചെയ്യും. തൊട്ടപ്പുറത്ത് അവളുടെ അമ്മയുണ്ടല്ലോ. അമ്മയോട് ആ ഫോൺ എടുക്കാൻ പറയുമെങ്കിലും അതൊന്നും കേൾക്കാതെ ഒരു കുരിശ് ചുമരിൽ ആണിയടിച്ച് തൂക്കുന്നുണ്ട്. ഫോൺ വിളിച്ചത് വേറെ ആരുമല്ല, EMI മുടങ്ങിയതിന് ആ ഓഫീസിലെ ജീവനക്കാർ വിളിച്ചതാണ്. ആ കോള് കട്ട് ചെയ്ത് നോക്കുമ്പോഴാണ് തന്റെ അമ്മ തൂക്കിയ ആ കുരിശ് അവൾ കാണുന്നത്. അമ്മയോട് അവൾക്ക് ഓൾറെഡി ദേഷ്യമുണ്ടല്ലോ, ആ ഒരു കാരണം കൊണ്ട് കുരിശ് വലിച്ചിളക്കി പറിക്കാൻ നോക്കും. കർത്താവിൽ വിശ്വസിക്കുന്ന അവളുടെ അമ്മയാണെങ്കിലോ അതിനൊന്നും സമ്മതിക്കൂല. എബോണി തന്റെ മകനെ കുളിപ്പിക്കാനായി വീണ്ടും ആ ബാത്റൂമിന്റെ അങ്ങോട്ടേക്ക് വരുമ്പോ നെയ്റ്റ് ആൻഡ്രൂവിനെ ബാത്ത് ടബിൽ ഇങ്ങനെ മുക്കി കൊല്ലാൻ ശ്രമിക്കുകയാണ്. ഓടി വന്ന് അവൾ നെയ്റ്റിനെ പിടിച്ചു മാറ്റുകയും ആൻഡ്രൂയെ രക്ഷപ്പെടുത്തുകയും ചെയ്യും. ആ ഒരു ബഹളം കെട്ട് ആൽബർട്ടിയോ അങ്ങോട്ടേക്ക് വരികയാണ്. എന്താ ഇവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോ നെയ്റ്റ് ആണെങ്കിലോ എന്താ സംഭവിച്ചതെന്നറിയില്ല, അമ്മ എന്നെ പിടിച്ച് തള്ളി, അത്രമാത്രം അവൻ പറയുന്നുള്ളൂ. പക്ഷേ ആൽബർട്ടേക്ക് അപ്പൊ കാര്യം മനസ്സിലാകും, തന്റെ വീട്ടില് എന്തോ ഒരു അമാനുഷിക ശക്തിയുണ്ട്, ആ ഒരു കാരണം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ തന്റെ വീട്ടിൽ നടക്കുന്നത്. ആൽബർട്ട് നേരെ അവൾ സ്ഥിരം പോകുന്ന ചർച്ചിൽ പോയി അവിടെയുള്ള ഒരു പ്രീസ്റ്റിനോട് ഈ കാര്യം പറയും. പക്ഷേ ആ പ്രീസ്റ്റ് ആണെങ്കിലോ ഇത് ഞങ്ങളെ കൊണ്ട് കൂട്ടിയാ കൂടില്ല, നിങ്ങൾ വേറെ ഏതെങ്കിലും ചർച്ചിൽ പോയി അന്വേഷിക്കൂ എന്ന് പറഞ്ഞ് ആൽബർട്ടയെ പറഞ്ഞേക്കാണ്. മറുഭാഗത്ത് എബോണി ആണെങ്കിലോ സങ്കടം സഹിക്കവയ്യാതെ മദ്യപിക്കാണ്. നമ്മുടെ നാട്ടിലും അങ്ങനെയാണല്ലോ, സങ്കടം വന്നാലും സന്തോഷം വന്നാലും മദ്യപിക്കും അല്ലേ? അതവിടെ നിൽക്കട്ടെ. അങ്ങനെ എബോണി മദ്യപാനം കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുമ്പോ സിന്ധ്യ തന്റെ വീട്ടിലേക്ക് വന്നപ്പോ ആ ഒരു കാറിലൊരു സ്ത്രീ ഉണ്ടായിരുന്നില്ലേ, ആ ഒരു സ്ത്രീയെ വീണ്ടും കാണുകയാണ്. അവർ വിചാരിച്ചിരുന്നത് ആ സ്ത്രീ സിന്ധ്യയുടെ കൂടെ വർക്ക് ചെയ്യുന്നതെന്നാണ്. അവളെ കണ്ട എബോണി ആണെങ്കിൽ ദേഷ്യപ്പെട്ട് അവളോട് പറയുന്നുണ്ട്, ഞാൻ വന്നത് ബാറിലേക്കാണ്, എന്റെ കുട്ടികളെയും കൊണ്ടല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്, ഇവിടെയെങ്കിലും ഒരു ഇത്തിരി സമാധാനം തന്നൂടെ എന്ന് പറഞ്ഞ് പതിയെ പിന്തിരിഞ്ഞ് നടന്നു പോകുമ്പോ ആ ഒരു സ്ത്രീ നമ്മുടെ ഇൻഗോസ്റ്റ് ഹൗസിനുണ്ടല്ലോ അതിനകത്ത് നമ്മുടെ വേണുചേട്ടൻ അവർക്കൊരു താക്കീത് കൊടുക്കുന്നില്ലേ, നിങ്ങൾ നാശത്തിലേക്കാണ് പോകുന്നത്, നിങ്ങൾ എന്റെ അടുത്തേക്ക് വരുമെന്ന് പറഞ്ഞ് അതേപോലെ ഒരു ഡയലോഗ് പറയാണ്. എബോണി, നിന്റെ മക്കൾ അപകടത്തിലാണ്, നിനക്ക് എന്റെ സഹായം ആവശ്യമുണ്ട്, അങ്ങനെയൊക്കെ പറയും. ഓൾറെഡി തന്റെ മക്കൾക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ എബോണി പിന്നെ ഈ ഒരു സ്ത്രീയോട് കൂടുതൽ സംസാരിക്കാനായി ചെല്ലുകയാണ്. ഒരു കോഫിയൊക്കെ ഓർഡർ ചെയ്ത് ആ ഒരു സ്ത്രീ ഇങ്ങനെ പരിചയപ്പെടുത്തും, ഞാനേ ഒരു പ്രീസ്റ്റ് ആണ്, നിങ്ങൾക്ക് എന്നെ കൊണ്ട് ആവശ്യമുണ്ട്. എന്താന്ന് വെച്ചാല് നിങ്ങൾ ഇപ്പൊ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആ വീടുണ്ടല്ലോ, അവിടെ ഒരു ആത്മാവുണ്ട്, ഒരു ശപിക്കപ്പെട്ട ആത്മാവ്. നിങ്ങൾ ആ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കുടുംബം അവിടെ താമസിച്ചിരുന്നു. സന്തോഷത്തോടെയും സ്നേഹത്തോടെയും കഴിഞ്ഞിരുന്ന ആ കുടുംബത്തിന് ഒരു ദിവസം ആ വിപത്ത് വന്നത് അവരുടെ വീട്ടിൽ എന്തോ ഒരു ദുർശക്തി ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവർ എന്റെ അടുത്തേക്ക് വന്നത്. അവിടെ ചെന്ന് നോക്കുമ്പോഴാണെങ്കിൽ തന്റെ കയ്യിൽ ഒതുങ്ങാത്ത അത്രയും ശക്തിയുള്ള ഒരു ചെകുത്താൻ. അതിനെ തളക്കാൻ പറ്റാതെ തനിക്ക് പിന്മാറി പോരേണ്ടി വന്നു. പക്ഷേ പിന്നെ താൻ കേൾക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു സ്ത്രീ തന്റെ ഭർത്താവിനെ വെട്ടിക്കൊന്നു, അതുപോലെ തന്റെ മക്കളെയും കൊന്ന് ആ സ്ത്രീ അവിടെ തൂങ്ങി മരിച്ചു. കുറെ വർഷങ്ങളായി അവിടെ ആരും താമസിക്കുന്നില്ലായിരുന്നു. ഇപ്പൊ നിങ്ങളാണ് അങ്ങോട്ടേക്ക് വന്നത്. എന്റെ നിരീക്ഷണത്തിൽ നിന്റെ മക്കൾക്കും അവർക്ക് സംഭവിച്ച അതേ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. എല്ലാം ആ ചെകുത്താന്റെ കളികളാണ്. ഈ കാര്യങ്ങളൊക്കെ എബോണിയോട് പറഞ്ഞപ്പോ എബോണിക്ക് ഈ ചെകുത്താനിലും ദൈവത്തിലും യാതൊരു വിശ്വാസവും ഇല്ല. എന്നാലും എബോണി ഒരു കാര്യം ചോദിക്കും, മരിച്ചു എന്ന് പറഞ്ഞ ആ കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിയുടെ പേരെന്താണെന്ന്? നമ്മുടെ ആൻഡ്രൂ സാൻഡ്രയുടെ ബർത്ത്ഡേന്റെ അന്ന് എബോണിക്ക് ഒരു പേര് പറഞ്ഞു കൊടുത്തിരുന്നു അല്ലേ, അവൻ എപ്പോഴും സംസാരിക്കാറുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതേ പേരാണ് ഈ ഒരു സ്ത്രീയും പറയുന്നത്. ട്രേ എന്നാണ് ആ കുട്ടിയുടെ പേര്. ആ പേര് കേട്ടെങ്കിലും എബോണി അപ്പോഴും അതിൽ വിശ്വസിക്കാതെ
മിണ്ടാതെ എണീറ്റ് പോകുകയായിരിക്കും. ഈ സമയത്ത് ഭാവിയിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂന്നും പറഞ്ഞ് അവളുടെ ആ കാർഡും കൊടുക്കും. മറുഭാഗത്ത് ആൽബർട്ട് ചർച്ചിൽ നിന്നും തന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. തുടർന്ന് അവിടെ അമാനുഷികമായിട്ട് എന്തോ സംഭവിക്കുകയാണ്. ലൈറ്റ് എല്ലാം പോകുന്നുണ്ട്, ഒരു ശബ്ദം എല്ലാം കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് കംപ്ലീറ്റ് ഇരുട്ടാകുന്നു. എന്തോ ഒരു ശക്തി ആൽബർട്ടെ പിടിച്ച് ചുമരിലേക്ക് ചേർത്ത് വെക്കുന്നു. അവൾ പതിയെ കണ്ണു തുറന്നു നോക്കുമ്പോൾ തന്റെ പേരക്കുട്ടിയായ ആൻഡ്രെ അവനായിരുന്നു അത്. അവന്റെ ദേഹത്ത് അട്രേ എന്ന് പറഞ്ഞവന്റെ ആത്മാവ് കൂടിയിരിക്കുകയാണ്. സ്വന്തം മുത്തശ്ശിയെ അട്രേ എന്ന് പറഞ്ഞ ദുരാത്മാവ് കാരണം ആൻഡ്രെ കൊന്നുകളയും. ഇതേ സമയമാണ് കേട്ടോ എബോണി അങ്ങോട്ടേക്ക് വരുന്നത്. നേരത്തെ സ്ത്രീ പറഞ്ഞതൊന്നും അവൾ വിശ്വസിച്ചിട്ടില്ല. വീടിനകത്ത് കംപ്ലീറ്റ് പുകയായിരിക്കും, എന്തോ ഒന്ന് സംഭവിച്ചതുപോലെ. മാത്രല്ല തന്റെ അമ്മയായ ആൽബർട്ട അവിടെ തൂക്കി വെച്ച ഒരു കുരിശില്ലേ, അതിങ്ങനെ കത്തി കിടക്കുന്നുണ്ടാകും, എന്തോ ഒരു ദുർപ്രവൃത്തി നടന്ന പോലെ. പിന്നെ അവൾ കാണുന്നത് നിലത്ത് മരിച്ചു കിടക്കുന്ന തന്റെ അമ്മയെ. ഇപ്പൊ അവൾക്ക് കാര്യങ്ങളെല്ലാം ചെറുതായിട്ട് മനസ്സിലായി തുടങ്ങി. തന്റെ മകനായ ആൻഡ്രെ അവൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അവൻ കാരണമാണ് തന്റെ അമ്മ മരിച്ചത്. അങ്ങനെയൊക്കെ അവൾ ഇങ്ങനെ വിചാരിക്കുമ്പോൾ ആൻഡ്രെ അങ്ങോട്ടേക്ക് വന്ന് അമ്മേ മുത്തശ്ശിക്ക് എന്താ സംഭവിച്ചത്, എന്താ മുത്തശ്ശി കിടക്കുന്നത്, ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ ചോദിക്കും. ഇബോണിക്കാണെങ്കിലോ ദേഷ്യം ഉണ്ടാകും, സങ്കടം ഉണ്ടാകും. പിന്നെ അവള് തന്റെ മകനോട് ആൻഡ്രൂ നിനക്കെന്താ അറിയില്ല എന്താ സംഭവിച്ചതെന്ന്, നീയാണ് ഇതിനെല്ലാം കാരണം എന്ന് പറഞ്ഞ് തന്റെ അമ്മ മരിച്ചത് പോലീസിനെ എല്ലാം ഇവരെ അറിയിക്കും. പിന്നെ അവര് വന്ന് ആ ബോഡി കളക്ട് ചെയ്ത് കൊണ്ടുപോകുകയാണ്. ഇതേ സമയം എബോണി ആണെങ്കിൽ താൻ ഇനി എന്ത് ചെയ്യും, ഇവിടെ ഇനി താമസിക്കാൻ പറ്റൂ, അങ്ങനെയൊക്കെ വിചാരിക്കുമ്പോൾ അവൾക്കൊരു കാര്യം തോന്നും, ഈ ഒരു നാട് തന്നെ വിട്ടുപോകാന്ന്. അവള് വേഗം കാറിൽ തന്റെ മക്കളെയും കൂട്ടി എങ്ങോട്ടൊന്നില്ലാതെ യാത്ര തിരിക്കുകയാണ്. കുറച്ച് ദൂരം അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ ഷാന്റെ എബോണിയോട് ചോദിക്കുകയാണ്, അല്ല അമ്മേ നമ്മൾ എങ്ങോട്ടാണ് ഈ പോകുന്നത്, കുറെ നേരമായല്ലോ കാറിൽ ഇങ്ങനെ പോകുന്നു, എങ്ങോട്ടാണ് അങ്ങനെയൊക്കെ ചോദിക്കുമ്പോ എബോണി പറയും എങ്ങോട്ടൊന്നും അറിയില്ല, ആ ചെകുത്താന്റെ കയ്യിൽ നിന്ന് നമുക്കിപ്പോ രക്ഷപ്പെടണം, അത്ര മാത്രമേ എനിക്ക് വേണ്ടൂ എന്ന് പറഞ്ഞ് അവളിങ്ങനെ കാർ ഓടിച്ചു പോകുമ്പോ ബാക്ക് സീറ്റിലിരിക്കുന്ന ആൻഡ്രൂ ഉണ്ടല്ലോ, അവന്റെ രൂപപ്പെരുമാറ്റെല്ലാം മാറി എബോണിയോട് ഇങ്ങനെ പറയും, നീ നിന്റെ മക്കളെ എങ്ങോട്ടേക്ക് കൊണ്ടുപോയാലും ഞാൻ പിന്തുടരും, അവരെല്ലാം ഞാൻ ഇല്ലാതാക്കും, അതും ഒരു വല്ലാത്ത ശബ്ദത്തില്. ഈ കാര്യം കൂടെ കേട്ടപ്പോ എബോണി ആണെങ്കിൽ പേടിച്ചു വിറച്ച് കാറിൽ നിന്നും ഇറങ്ങി ഓടി അവിടെ കണ്ടൊരു ഷോപ്പിൽ കയറും. എന്നിട്ട് അവിടെയുള്ളവരോടെല്ലാം ഈ കാര്യം പറയും, തന്റെ മക്കളെ ആരോ അപായപ്പെടുത്തുന്നുണ്ട്, തന്റെ മക്കൾക്ക് എന്തോ സംഭവിച്ചു എന്ന്. അവര് വന്ന് നോക്കുമ്പോ ഈ കുട്ടികൾ ഒന്നും സംഭവിക്കാത്ത പോലെ, ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ അവരെല്ലാരും ഈ എബോണിയെയും കുട്ടികളെയും ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞയക്കും. അവിടെയുള്ള ഡോക്ടർ എബോണിയോട് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യും. വേറൊന്നുമല്ല, എബോണിയുടെ പെരുമാറ്റം കണ്ട് അവൾ എന്തോ ഡ്രഗ്സ് അടിച്ചിട്ടുണ്ട്, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ആ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതിനകത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഉണ്ടാകും, നിങ്ങൾ കഞ്ചാവ് വലിച്ചിട്ടുണ്ടോ, അതോ നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ടോ, അങ്ങനെ ഓരോ കാര്യം ചോദിച്ച് ഇങ്ങനെ ടിക്ക് ചെയ്യായിരിക്കും. എബോണി ആണെങ്കിലോ താൻ കഞ്ചാവൊന്നും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, യാതൊരു വിധത്തിലുള്ള ഡ്രഗ്സും അടിക്കാറില്ല, മദ്യമോ തനിക്ക് എന്നാണ് അടിച്ചത് പോലും അവൾക്ക് ഓർമ്മയില്ല എന്നായിരിക്കട്ടെ അവളുടെ മറുപടി. ഇത് കേട്ട ഡോക്ടർ ആണെങ്കിലോ, എബോണി ഞങ്ങൾ നിന്റെ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്തതാണ്, ഇന്നലെയും കൂടെ നീ മദ്യപിച്ചു എന്നുള്ളത് ടെസ്റ്റിൽ തെളിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇനി കള്ളമൊന്നും വേണ്ട, സത്യം മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയും. താൻ തലേ ദിവസം മദ്യപിച്ചു എന്നുള്ള കാര്യം പിന്നെ എബോണി സമ്മതിച്ചു കൊടുക്കും. ഇതേ സമയം അവരുടെ വീട്ടിൽ സിന്ധ്യ എത്തിയിട്ടുണ്ട്. കുരിശ് കത്തിച്ചാമ്പലായി കിടക്കുന്നതും അന്ന് രാത്രി ബേസ്ബോൾ ബാറ്റ് കൊണ്ട് എബോണി തച്ചു പൊട്ടിച്ച ആ ചുമരുണ്ടല്ലോ, അതെല്ലാം സിന്ധ്യ കാണുന്നുണ്ട്. പിന്നെ സിന്ധ്യ നേരെ ഹോസ്പിറ്റലിലേക്ക് വന്ന് എബോണിയെ കാണുകയാണ്. അവൾ ഇപ്പോഴും വിചാരിക്കുന്നത് ഇതിനെല്ലാം കാരണം നമ്മുടെ എബോണിയാണെന്നാണ്. അതുകൊണ്ട് എബോണിയുടെ മക്കളെയെല്ലാം ഒരു കോൺവെന്റ് സ്കൂളിലേക്ക് മാറ്റിയാണ് എബോണിയുടെ കയ്യിൽ നിന്നും അവരെ രക്ഷിക്കാനായിട്ട്. ഈ ഒരു കാര്യം എബോണി അറിയിച്ചപ്പോഴോ തന്റേതല്ലാത്ത കാരണത്താൽ തന്റെ മക്കളെ പിരിയേണ്ടി വരികയാണ് അവൾക്ക്. പക്ഷേ എബോണിക്കറിയാം ഇതെല്ലാം ചെയ്തു കൂട്ടിയത് ട്രേ എന്ന് പറയുന്ന ആ ഒരു ദുരാത്മാവാണ് എന്നുള്ളത്. സിന്ധ്യയോട് ഒന്നും തന്നെ പറയാതെ അവൾ അവിടെ നിന്നിറങ്ങും. എങ്ങോട്ടെന്ന് വെച്ചാൽ അവൾക്ക് നേരത്തെ ഒരു കാർഡ് കൊടുത്ത ലേഡിയില്ലേ, ആ പുരോഹിത അവളുടെ അടുത്തേക്ക്. മാത്രല്ല അവൾ ഈ നടന്ന കാര്യങ്ങളൊക്കെ വിവരിച്ചു കൊടുക്കും. എന്നെയും എന്റെ കുടുംബത്തെയും എങ്ങനെയെങ്കിലും നിങ്ങൾ രക്ഷപ്പെടുത്തണം, ആ ഒരു ദുരാത്മാവ് കാരണം ഞങ്ങളുടെ സന്തോഷമെല്ലാം ഇല്ലാതായി, എന്റെ മക്കളെല്ലാം എനിക്ക് പിരിയേണ്ടി വന്നു, ഇനി എനിക്ക് സഹിക്കാൻ വയ്യ, നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ ചെയ്തോളാം. അങ്ങനെയൊക്കെ ആ ലേഡിയോട് നമ്മുടെ എബോണി പറഞ്ഞു കൊടുക്കുകയാണ്. ഈ കംപ്ലീറ്റ് സംഭവം കേട്ടപ്പോ ആ ഒരു ലേഡി എബോണിയോട്, ആ ദുരാത്മാവുണ്ടല്ലോ അത് ആൻഡ്രിയുടെ ദേഹത്താണ് കയറിയിട്ടുള്ളത്, അതുകൊണ്ട് നമുക്ക് അവനെ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെടുത്തി ആ വീട്ടിലേക്ക് തന്നെ പോകണം, അവിടെ വെച്ചാണ് ഇനി ബാക്കിയുള്ള പരിപാടി എന്ന് പറയും. ദുരാത്മാവ് ആൻഡ്രിയുടെ ദേഹത്താണെന്നുള്ള കാര്യം സിന്ധ്യക്ക് അറിയില്ലല്ലോ. ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആൻഡ്രിയുടെ കാണാൻ ചെല്ലുകയാണ്. വേറൊന്നിനുമല്ല, അവരുടെ അമ്മ അവനെ ഉപദ്രവിച്ചിട്ടുണ്ടോ, എന്താണ് ചെയ്തത് അങ്ങനെയൊക്കെ അറിയാനായിട്ട്. മാത്രല്ല അവളിങ്ങനെ ചോദിക്കും, മോനെ നിനക്ക് എന്നെ മനസ്സിലായോ, നിന്റെ വീട്ടിലൊക്കെ ഞാൻ വന്നിട്ടുണ്ട്, നീ എന്നോട് പറ എന്താണ് അവിടെ സംഭവിച്ചത്, നിന്റെ അമ്മ എന്താണ് ചെയ്തത്, അങ്ങനെയൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോ ആൻഡ്രു പതിയെ കണ്ണു തുറന്ന് ഒരേ ഒരു കാര്യം പറയും, ജൂലിയാൻ അവൻ നിങ്ങൾ അവനിലേക്ക് ചെല്ലുന്ന ആ ഒരു നിമിഷത്തിനായി കാത്തിരിക്കുകയാണ്, അവന്റെ അടുത്തേക്ക് പോകാൻ നിങ്ങൾ റെഡിയാണോ എന്ന് ചോദിക്കും. ജൂലിയാൻ എന്ന് പറഞ്ഞാല് സിന്ധ്യയുടെ മരിച്ചുപോയ ഒരു മകനാണ്. ഒരിക്കലും സിന്ധ്യയുടെ അശ്രദ്ധ മൂലം റോഡ് ആക്സിഡന്റിൽ ജൂലിയ മരിച്ചിട്ടുണ്ട്. പക്ഷെ സംഭവം എന്താന്ന് വെച്ചാല് സിന്ധ്യയുടെ മകൻ മരിച്ച കാര്യമൊന്നും ആൻഡ്രൂവിനോട് സിന്ധ്യ പറഞ്ഞിട്ടില്ല. അവൾ എബോണിക്ക് മക്കൾ നന്നായിട്ട് നോക്കണം എന്നൊക്കെ പറഞ്ഞ് ക്ലാസ് എടുത്തപ്പോ ജൂലിയ മരിച്ച കാര്യം പറഞ്ഞിട്ടുണ്ട്. അല്ല ആൻഡ്രൂ നിനക്ക് എങ്ങനെ ആ കാര്യം അറിയുന്നത്, എന്റെ മകൻ ജൂലിയ മരിച്ച കാര്യം നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഓ നിന്റെ അമ്മ എബോണിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുൻപ്, അവളായിരിക്കില്ലേ നിന്നോടാ പറഞ്ഞത് എന്നിങ്ങനെ ആൻഡ്രൂയോട് പറയുമ്പോ ആൻഡ്രൂയുടെ രൂപമൊക്കെ മാറി അവൻ ഇങ്ങനെ പറയും, ആൻഡ്രൂ ഞാൻ ആൻഡ്രൂ അല്ലല്ലോ, അതിന് ഞാൻ ട്രേ ആണ്, നിന്റെ മകനിലേക്ക് നിന്നെ കൊണ്ടുപോകാനായിട്ട് വന്നതാണ്, എന്റെ ഈ കയ്യിലെ കെട്ടെല്ലാം അഴിച്ചുകൊണ്ടാ എന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി
ഒരുമാതിരി ശബ്ദത്തിൽ സംസാരിക്കും. എന്താണ് ഇവിടെ നടക്കുന്നത് എന്നൊന്നും അറിയാതെ സിന്ധ്യക്ക് ചെറുതായിട്ട് പേടിയൊക്കെ വരും. അവള് ചെറുതായിട്ട് കാലൊക്കെ ബാക്കിലോട്ട് ഇങ്ങനെ വെക്കുന്ന സമയത്ത് ആൻഡ്രിയോ കെട്ടെല്ലാം പൊട്ടിച്ച് നിലത്തേക്കാണ് ചാടും. മാത്രല്ല ചുമരിലോട്ട് ഇങ്ങനെ കയറി പോകും. അതും ബാക്ക് സൈഡിലോട്ട് ഇങ്ങനെ നടന്നിട്ട് ഈ ഒരു സീന് കണ്ടാ പിന്നെ എത്ര ധൈര്യം ഉണ്ടായിട്ടും കാര്യമില്ല, ആരുടെ ആണെങ്കിലും കിളി പോകും. അവള് പെട്ടെന്ന് തന്നെ എമർജൻസി സ്വിച്ച് എല്ലാം പ്രസ് ചെയ്ത് സെക്യൂരിറ്റിനൊക്കെ വിളിച്ചു വരുത്തി ആൻഡ്രിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് അവളുടെ ഒഫീഷ്യൽസിനൊക്കെ ഈ വിവരം അറിയിക്കും. ഇവിടെ എന്തോ ഒരു അമാനുഷികമായിട്ട് നടക്കുന്നുണ്ട് എന്നൊക്കെ. ഇപ്പൊ എബോണി ഒരു നേഴ്സിന്റെ വേഷമൊക്കെ ധരിച്ച് ആ ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. തന്റെ മകനെയും കൂട്ടി ആ വീട്ടിലേക്ക് പോകാനായിട്ട്. ആർക്കും സംശയമൊന്നും തോന്നാതിരിക്കാൻ വേണ്ടി കാണുന്നവരോടെല്ലാം പരിചയമുള്ളതുപോലെയൊക്കെ ചിരിച്ചു കൊടുത്തിട്ടൊക്കെയാണ് അവള് റൂമിലേക്ക് പോകുന്നത്. നമ്മുടെ ആൻഡ്രു കിടക്കുന്ന ആ റൂമിലോട്ട്. അവിടെ കിടന്നൊരു വീൽ ചെയർ എടുത്ത് തന്റെ മകനെ അതിലിരുത്തി ആ പുരോഹിതയുടെ കൂടെ കാറിൽ കയറി അവരുടെ വീട്ടിലേക്ക് യാത്രയാകുകയാണ്. ആ ആത്മാവിനെ എന്നേക്കുമായി പറഞ്ഞയക്കാനായിട്ട്. സിന്ധ്യ നേരത്തെ ഒഫീഷ്യൽസിന് വിവരം അറിയിച്ചില്ലേ എന്തോ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ആ ഒഫീഷ്യൽസ് ആ ഹോസ്പിറ്റലിലേക്ക് വരികയും ആൻഡ്രുവിനെ വന്ന് പരിശോധിക്കാൻ നോക്കുമ്പോൾ ആൻഡ്രു പോയിട്ട് അവന്റെ പൊടി പോലും അവിടെ ഉണ്ടാകില്ല. കാരണം എന്താ, എബോണി ആ പ്രീസ്റ്റും ചേർന്ന് അവൻ ആ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇനിയാണോ ഈ കഥയുടെ കൊടും ഭീകരമായ ആ ദൃശ്യമൊക്കെ നമ്മൾ കാണുന്നത്. ആൻഡ്രുവിനെ ആ വീട്ടിൽ ബന്ധിച്ച് എന്തോ ഒരു മന്ത്രം എല്ലാം ചൊല്ലി പ്രീസ്റ്റ് എബോണിക്ക് മുന്നറിയിപ്പെല്ലാം അങ്ങനെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി ഇവിടെ എന്ത് വേണേലും സംഭവിക്കാം. ഞാൻ ഓരോ മന്ത്രം എല്ലാം ചൊല്ലുമ്പോൾ നമ്മുടെ മുമ്പിൽ കിടക്കുന്ന ആൻഡ്രുവിന് പകരം നിങ്ങൾക്ക് ഈ ലോകത്ത് ഇഷ്ടപ്പെട്ട ആളുകളെല്ലാം നിങ്ങൾ കാണും. കെട്ടെല്ലാം അയച്ചു കൊടുക്കാനായിട്ടും അവരെ രക്ഷപ്പെടുത്താനായിട്ടുമെല്ലാം നിങ്ങളുടെ മനസ്സിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ അതൊന്നും കാര്യാക്കരുത്. ഇവിടെ എന്റെ ജീവൻ പോയാൽ പോലും നമ്മൾ ആ ട്രേ എന്ന് പറയുന്ന ആ ദുരാത്മാവിനെ എന്നേക്കുമായി പറഞ്ഞയക്കും. അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ എബോണിക്ക് കുറച്ച് മോട്ടിവേഷൻ ഒക്കെ കൊടുക്കും. പിന്നെ പ്രീസ്റ്റ് ആ കർമ്മത്തിലേക്ക് കടക്കും. ബാധയെ ഒഴിപ്പിക്കാനുള്ള ആ ഒരു കർമ്മത്തിലേക്ക് തലയിൽ കൈവച്ച് മന്ത്രമെല്ലാം ചൊല്ലി എന്തോ ഒരു പവിത്രമായൊരു വെള്ളമെല്ലാം തെളിയിക്കുന്നുണ്ട്. അത് ആൻഡ്രിയുടെ ദേഹത്ത് തട്ടിയതും അവന്റെ ദേഹത്ത് നിന്നൊരു ആവിയെല്ലാം പൊന്തും. അപ്പോഴും പ്രീസ്റ്റ് മന്ത്രമെല്ലാം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. എബോണി തന്റെ മകനെ നോക്കുമ്പോഴോ എന്തോ ഒരു ശക്തി വന്ന പോലെ തല അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ച് ആൽബർട്ടയില്ലേ എബോണിയുടെ അമ്മ അവളുടെ രൂപത്തിലേക്ക് മാറിയിരിക്കുകയാണ്. രൂപം എന്ന് പറഞ്ഞാല് നോർമൽ ആയിട്ടുള്ള രൂപമല്ല കേട്ടോ. ആൽബർട്ട് ചെകുത്താനായി മാറിക്കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും ആ ഒരു രൂപത്തിലേക്കാണ് മാറുന്നത്. പിന്നെ ആ ദുരാത്മാവ് എബോണിയോട് ഇങ്ങനെ കെഞ്ചുന്നുണ്ട്, എന്റെ പൊന്നുമോളല്ലേ ഈ കെട്ടെല്ലാം അഴിച്ചതാ, ഈ ദ്രോഹിയായ ഈ ദുർമന്ത്രവാദിയായ ഇവളുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്ക്, അങ്ങനെയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എബോണി മെന്റലി സ്ട്രോങ് ആയതുകൊണ്ടും പ്രീസ്റ്റ് മുൻപ് താക്കീത് കൊടുത്തതുകൊണ്ടും ആത്മാവ് പറഞ്ഞ വാക്കിലൊന്നും ചെവി കൊള്ളാതെ അവള് പതിയെ ബാക്കിലോട്ട് മാറി നിൽക്കുകയാണ്. പ്രീസ്റ്റ് ആണെങ്കിലോ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ദൈവമേ ഇങ്ങോട്ട് ഇറങ്ങി വാ, ഈ ചെകുത്താനെ ഈ ലോകത്ത് നിന്ന് കൊണ്ടുപോ, ഈ കുടുംബത്തെ നീ രക്ഷിക്ക്, നീ യഥാർത്ഥ ശക്തിയല്ലേ, ഇങ്ങോട്ടേക്ക് ഇറങ്ങി വാ. അങ്ങനെയൊക്കെ ഒരു മന്ത്രമൊക്കെ ചൊല്ലി വേറെ ഏതോ ഒരു ഭാഷയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കും. ചെകുത്താനാണെങ്കിൽ ഈ സമയത്ത് കളിയങ്ങ് തുടങ്ങും. ഇവരുടെ മുമ്പിൽ കിടക്കുന്ന ആൻഡ്രൂ അല്ലാതെ എബോണിക്ക് വേറെ 2 മക്കളില്ലേ, ഷാൻഡയും നെയ്റ്റും. അവരിപ്പോ ഒരു കോൺവെന്റിലാണെന്ന് നേരത്തെ പറഞ്ഞില്ലേ. ആ കോൺവെന്റിൽ വെച്ച് അവർക്ക് ഓരോ സംഭവം നടക്കുന്നുണ്ട്. പതിയെ തന്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്ന നെയ്റ്റ് അവന്റെ രൂപവും മാറുന്നുണ്ട്. കൈയിന്റെ നഖമെല്ലാം ഇങ്ങനെ വളർന്നു വന്ന് സ്വന്തം ശരീരം കീറി പൊളിക്കുന്നുണ്ട് അവൻ. ഷാൻഡയോ ബെഡിൽ നിന്നും ആകാശത്തേക്ക് ഉയർന്ന് വായിൽ നിന്നും കണ്ണിൽ നിന്നെല്ലാം രക്തവും വരുന്നു. ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു ചെകുത്താനാണ്. പ്രീസ്റ്റ് മുമ്പേ പറഞ്ഞില്ലേ ആ വീട്ടിൽ താമസിക്കാൻ ആര് വന്നാലും അവരെല്ലാം സ്വയം മരണത്തിലേക്ക് നയിക്കുമെന്ന്. അതിന്റെ പ്രത്യാഘാതമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രീസ്റ്റ് മന്ത്രമെല്ലാം ചൊല്ലി ചെകുത്താനെ ഈ ലോകത്തിൽ നിന്ന് പറഞ്ഞയക്കാൻ ശ്രമിക്കുമ്പോഴോ ചെകുത്താൻ ഇരുത്തിയ കസയിൽ നിന്ന് താഴേക്ക് ചാടി പതിയെ പേടിച്ചു വിറച്ച പോലെ ബാക്കിലോട്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ആ ഒരു പ്രവൃത്തി അത് വെറും ഒരു അഭിനയമായിരുന്നു. പിന്നെ ആ ചെകുത്താൻ ഇങ്ങനെ പറയും, ഞാൻ നിന്നോട് പണ്ടേ പറഞ്ഞതല്ലേ എന്നോട് കളിക്കാൻ നിൽക്കരുതെന്ന്, എന്റെ ശക്തിയോളം നിന്റെ ഒരു ദൈവവും വരില്ല എന്നും പറഞ്ഞ് ഭൂമി കുലുക്കുന്ന പോലെ ആ വീടങ്ങ് കുലുക്കും. അതിന്റെ ഒരു ആഘാതത്തിൽ അവരെല്ലാം നിലത്ത് വീഴുന്നുണ്ട്. പ്രീസ്റ്റ് എങ്ങനെയൊക്കെയോ നിലത്ത് നിന്നെണീറ്റ് എബോണിയെയും പിടിച്ചെണീപ്പിച്ച് അവളോട് ഈ ചെകുത്താനെ ഞാൻ ഈ ലോകത്ത് നിന്ന് പറഞ്ഞയക്കുന്നത് വരെ താഴോട്ടേക്ക് വരരുത്, ഇനി എന്ത് സംഭവിച്ചാലും താഴോട്ടേക്ക് വരരുത് എന്നും പറഞ്ഞ് അവളെ മുകളിലേക്ക് പറഞ്ഞയക്കും. എന്നിട്ട് ആ ചെകുത്താനെ നോക്കുമ്പോഴോ അത് വീണ്ടും ആൻഡ്രൂ ആയി മാറിയിട്ടുണ്ട്. മാത്രല്ല ആ പ്രീസ്റ്റിനോട് വീണ്ടും പറയാണ്, ഇപ്പൊ നീ ഈ ചെയ്ത ഈ പ്രവൃത്തി ഉണ്ടല്ലോ, എന്നെ ഈ ലോകത്ത് നിന്ന് പറഞ്ഞയക്കാൻ ചെയ്ത ആ പ്രവൃത്തി അത് നിന്റെ ശവപ്പെട്ടിയിലേക്കുള്ള ടിക്കറ്റ് ആയിരുന്നു, നിന്റെ പ്രവൃത്തിക്കുള്ള ഭവിഷ്യത്ത് നീ അനുഭവിക്കുക എന്നും പറഞ്ഞ് ആ ഒരു ചെകുത്താൻ അവിടെ നിന്ന് അപ്രത്യക്ഷമാവാണ്. അപ്രത്യക്ഷമായിട്ടുള്ള ആ രൂപം പാവം നമ്മുടെ പ്രീസ്റ്റിന്റെ മുടിക്കുത്തിൽ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിയുകയും പിന്നെ പ്രീസ്റ്റിനെ നിലത്ത് നിന്ന് ഒരുപാട് ഉയരത്തിലേക്ക് ഉയർത്തി താഴേക്ക് അങ്ങിടും. പ്രീസ്റ്റ് താഴേക്ക് വീണ ആ ഒരു ശബ്ദം കേട്ട് എബോണി അങ്ങോട്ടേക്ക് വരും. അവള് കാണുന്നത് നിലത്ത് ജീവന് വേണ്ടി പിടയുന്ന ആ ഒരു പ്രീസ്റ്റിനെയാണ്. നേരത്തെ ചെകുത്താന ദേഹത്തേക്ക് ഒരു വെള്ളം തെളിയിച്ചില്ലേ, ആ വെള്ളം എബോണിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയും, നീ ഒരിക്കലും പേടിക്കരുത്, ഈ ചെകുത്താന മുമ്പിൽ ഞാനൊന്ന് പതറി, ഞാനൊന്ന് പേടിച്ചു, അത് മുതലാക്കിയാണ് ചെകുത്താൻ എന്നെ ആക്രമിച്ചത് എന്നും പറഞ്ഞ് പ്രീസ്റ്റ് അവിടെ കിടന്ന് മരിക്കും. പിന്നെ എബോണിയോ ചെകുത്താനിൽ നിന്നും തന്റെ മകനെ രക്ഷപ്പെടുത്താനായി തുനിഞ്ഞങ്ങി ഇറങ്ങും. അവള് നേരെ പോകുന്നത് ആ ഒരു ബേസ്മെന്റിലേക്കാണ്. മുൻപ് ആ പ്രാണിയെല്ലാം അവൾക്ക് വഴി കാണിച്ചില്ലേ ആ ഒരു ബേസ്മെന്റിലോട്ട്. അവിടെ ചെന്നപ്പോഴോ ജീവന് വേണ്ടി കെഞ്ചുന്ന തന്റെ മകനെയാണ് കാണുന്നത്. അമ്മേ എന്നെ ഉപദ്രവിക്കരുത്, ഞാൻ അമ്മയുടെ പൊന്നുമോനല്ലേ, എന്നെ ഉപദ്രവിക്കരുത്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ആ ഒരു ഡയലോഗ് എല്ലാം ചെകുത്താന്റെ വെറും കളികളാണെന്ന് എബോണിക്ക് മനസ്സിലാകും. ഒരു നിമിഷം പോലും കാത്തു നിൽക്കാതെ ദൈവത്തെയും മനസ്സിൽ വിചാരിച്ച് പവിത്രമായിട്ടുള്ള വെള്ളല്ലേ നേരത്തെ ആ പ്രീസ്റ്റ് കൊടുത്ത വെള്ളം അത് ആൻഡ്രൂവിന് നേരെ ഇങ്ങനെ തെളിക്കും. അതോടുകൂടി ട്രേ എന്ന് പറയുന്ന ആ ചെകുത്താൻ പൂർവാധിക ശക്തിയോടെ
എബോണിക്ക് നേരെ വന്ന് അവളെ ആക്രമിച്ച് മുടിക്കുത്തിനെല്ലാം പിടിച്ചു വലിച്ചു കൊണ്ടുപോകും. സംഭവം എന്തിനാന്ന് വെച്ചാല് അവളെ ഭയപ്പെടുത്തുക. അതാണ് ആ ചെകുത്താന്റെ ലക്ഷ്യം. നേരത്തെ ആ പ്രീസ്റ്റ് പറഞ്ഞില്ലേ, ചെകുത്താന് മുമ്പിൽ നമ്മൾ ഭയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ചെകുത്താൻ നമ്മളെ കൊല്ലുമെന്ന്. ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ് എബോണിയെ എങ്ങനെ ആക്രമിച്ചത്. കാര്യങ്ങൾ അവിടെ കൊണ്ടൊന്നും തീർന്നില്ല. ആൻഡ്രിയുടെ രൂപം അണിഞ്ഞ് എബോണിയുടെ കഴുത്ത് ഞെരുക്കിക്കൊണ്ടിരിക്കെ ആ ചെകുത്താൻ പതിയെ ഇങ്ങനെ പറയും, നിനക്കെന്നെ അറിയാം, എന്റെ മുഖത്തോട്ട് നോക്ക്, ഞാൻ നിന്നെ കൊല്ലാൻ പോവാണ്. എബോണി പതിയെ കണ്ണു തുറന്ന് നോക്കുമ്പോഴോ അവളുടെ അതേ രൂപസാദൃശ്യത്തിലേക്ക് മാറിയിട്ടുണ്ടാകും ആ ചെകുത്താൻ. ആ രൂപം കണ്ടപ്പോ എബോണിയുടെ ഉള്ളിന്റെ ഉള്ളിൽ ചെറുതായിട്ട് ഭയമൊക്കെ വരും. അവൾ പതിയെ കണ്ണു തുറന്ന് നോക്കുമ്പോഴോ അവിടെ ആരെയും കാണുകയില്ല. പതിയെ എണീറ്റ് ചുറ്റുപാടുമെല്ലാം നോക്കുമ്പോഴോ ആരെയും അവിടെ കാണുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ ആ ചെകുത്താൻ വന്ന് ആ പ്രീസ്റ്റിനെ കൊന്നതുപോലെ എബോണിയെയും ഭയപ്പെടുത്തി കൊല്ലാൻ ശ്രമിക്കുകയാണ്. നിലത്ത് കെടുത്തി അവളുടെ കഴുത്തിൽ ചവിട്ടി അമർത്തി ശ്വാസം മുട്ടിച്ച് കൊല്ലാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. താൻ മരിക്കാൻ പോകുന്ന ആ ഒരു നിമിഷം തന്റെ മക്കളോട് തനിക്ക് എത്ര സ്നേഹമുണ്ടായിരുന്നുവെന്നും തന്റെ കുടുംബം എത്ര സന്തോഷത്തോടെയാണ് കഴിഞ്ഞുപോയത് എന്നും എബോണിയുടെ മനസ്സിൽ ദൈവം ഇങ്ങനെ തെളിയിക്കും. എന്തോ ഒരു അശരീരി അവളോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. നീ എന്നിൽ വിശ്വസിക്കുന്നില്ലേ? നിനക്ക് നിന്റെ മക്കളെയും ജീവിതവും തിരിച്ചു വേണ്ടേ? എണീക്ക്, നീ നിന്റെ കണ്ണു തുറക്ക്, ചെകുത്താനെതിരെ പ്രതികരിക്ക്. ആ ഒരു ശബ്ദം കേട്ടതും എബോണി മരണത്തിൽ നിന്നും ജീവിച്ചു വരിക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ എണീറ്റ് വരികയാണ്. അവൾ കണ്ണു തുറന്നു നോക്കുമ്പോഴോ പ്രീസ്റ്റിനെ മുകളിലേക്ക് കൊണ്ടുപോയി താഴേക്കിട്ടാണല്ലേ ഈ ഒരു ചെകുത്താൻ കൊന്നത്. അതേ ഒരു അവസ്ഥയിൽ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എബോണി. താഴേക്ക് വീഴുന്നതോടുകൂടി എബോണി മരിക്കുമെന്ന് വിചാരിച്ച് ചെകുത്താൻ പതിയെ മുന്നോട്ട് നടക്കുന്ന ആ ഒരു നിമിഷം പവിത്രമായ ആ ഒരു വെള്ളം തെളിച്ചുകൊണ്ട് എബോണി ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കും, ദൈവമേ, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു, എന്നെയും എന്റെ കുടുംബത്തെയും രക്ഷിക്കൂ, ഈ ഒരു സാത്താൻ എവിടെ നിന്ന് പിടിച്ചു കൊണ്ടുപോ എന്നൊക്കെ വേറെ ഏതോ ഒരു ഭാഷയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കും. അത് മാത്രമല്ല കേട്ടോ, വേറെ എന്തൊക്കെയോ മന്ത്രമൊക്കെ ചെല്ലുന്നുണ്ട്. എന്തോ ഒരു ദിവ്യശക്തി കിട്ടിയതുപോലെ എവിടെ നിന്നോ ഒരു ശക്തി ആ ഒരു ചെകുത്താന് നേരെ വന്ന് ആൻഡ്രിയുടെ ദേഹത്തിൽ നിന്ന് ആത്മാവ് വലിച്ചെടുക്കുന്ന പോലെ എന്തോ ഒന്ന് വലിച്ചെടുക്കുന്നത് നമുക്ക് കാണാം. മാത്രമല്ല ദൈവത്തിന്റെ അഗ്നി പരീക്ഷണം എന്ന് കേട്ടിട്ടില്ലേ, അതുപോലെ ആ ചെകുത്താനെ അവിടെ കിടത്തി അഗ്നി പരീക്ഷണത്തിൽ ഇരയാക്കി നിലത്തൊരു ഹോളെല്ലാം രൂപീകരിച്ച് ആ ഹോളിലേക്ക് ദൈവത്തിന്റെ ആ കൈകളാൽ ചെകുത്താനെ തള്ളിയിടുകയാണ്. മറുഭാഗത്ത് ഷാൻഡയും നെയ്റ്റും സ്വയം മരണത്തിലേക്ക് വഴിയൊരുക്കുകയാണല്ലോ ചെയ്തിരുന്നത്. ഷാൻഡെ അവളൊന്നും അറിയാത്തതുപോലെ ദേഹത്തൊരിറ്റ് രക്തത്തിന്റെ തുള്ളി പോലും ഇല്ലാതെ അവൾ കിടന്ന കിടക്കയിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. നെയ്റ്റാണെങ്കിലോ ദേഹമെല്ലാം വലിച്ചു കീറിയ ആ ഒരു അവസ്ഥയിൽ നിന്നും മോചിതനാവുകയും ചെയ്യുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ആ ഒരു ദുരാത്മാവ് അവരുടെ ഫാമിലിയിൽ നിന്നും എന്നേക്കുമായി വിട്ടൊഴിഞ്ഞു പോയിരിക്കുന്നു. പതിയെ കണ്ണു തുറന്ന എബോണിക്ക് മനസ്സിലായി എല്ലാം അവസാനിച്ചെന്ന്. പക്ഷേ അപ്പോഴും ആൻഡ്രിയെ അവൾ കാണുന്നില്ല. ചുറ്റുപാടുമെല്ലാം നോക്കിയപ്പോൾ ദേ കിടക്കുന്നു ആൻഡ്രൂ, ചെകുത്താനെ ദൈവം കൊണ്ടുപോയ ആ ഹോളിന്റെ സൈഡിലായിട്ട്. അവിടെ സീൻ കട്ടായി പിന്നെ നമ്മൾ കാണുന്നത് സിന്ധിയയാണ്. എല്ലാ വിവരങ്ങളും അറിഞ്ഞ് എബോണിയെ കാണാൻ വന്നതാണ് അവൾ. ഇതേ സമയം എബോണി എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വീടെല്ലാം ഒഴിവാക്കി വേറൊരു വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. അപ്പൊ സിന്ധിയ അവളോട് ഇങ്ങനെ പറയും, എബോണി, നീ ഒരു കാരണവശാലും പേടിക്കണ്ട, എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട്. ഞാൻ ഗവൺമെന്റിനോട് സംസാരിച്ച് നിന്റെ മക്കളെ എത്രയും പെട്ടെന്ന് നിന്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുമെന്ന് പറയും. ആ ഒരു കാര്യം കേട്ടപ്പോ എബോണി നന്നായിട്ട് സന്തോഷിക്കും. മാത്രല്ല സിന്ധിയക്ക് അവളൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. എന്താണെന്നറിയാനായി പതിയെ തുറന്നു നോക്കുമ്പോഴോ ദൈവത്തിന്റെ കുരിശുള്ള ഒരു ചെയിന് കൊടുക്കുക മാത്രല്ല കേട്ടോ, ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇത്രയും കാലം ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നില്ല, പക്ഷേ എന്റെ കുടുംബത്തെ രക്ഷിച്ചത് ദൈവമാണ്, വേറെ ആരുമല്ല. ഇനിയുള്ള എന്റെ കാലം കംപ്ലീറ്റ് ദൈവത്തോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ സിന്ധിയെ അവൾ ആലിംഗനം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഏകദേശം 6 മാസം കഴിഞ്ഞു. സിന്ധിയ അവൾ പറഞ്ഞ ആ വാക്ക് പാലിച്ചു. ഷാൻഡയെയും നെയ്റ്റിനെയും ആൻഡ്രിയെയും എബോണിക്ക് ഇപ്പൊ തിരിച്ചു കിട്ടിയിരിക്കുന്നു. അവരിപ്പോ ഒരു യാത്രയിലാണ്. മുൻപ് ഷാൻഡ ചോദിച്ചതുപോലെ അവൾ വീണ്ടും ചോദിക്കുന്നുണ്ട്, അല്ലമ്മേ, നമ്മളിപ്പോ എങ്ങോട്ടേക്കാണ് പോകുന്നത്? ആ ചെകുത്താനൊക്കെ ഇപ്പൊ നമ്മളെ വിട്ടുപോയില്ലേ, പിന്നെ എന്തിനാ വീട്ടിൽ നിന്ന് നമ്മൾ പോകുന്നത്? ആ ഒരു ചോദ്യത്തിന് എബോണിയുടെ മറുപടി എന്താന്ന് വെച്ചാല്, മക്കളെ, നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ അച്ഛന്റെ അടുത്തേക്കാണ്. ഞാന് അച്ഛനെ വിളിച്ചിരുന്നു. ഇനി മുതൽ നമ്മൾ എല്ലാവരും സന്തോഷത്തോടെ ഒരുമിച്ച് ഒരു വീട്ടിൽ അങ്ങനെയാണ് ജീവിക്കാൻ പോകുന്നത്. ഈ ഒരു കാര്യം കേട്ടപ്പോ മക്കൾക്കെല്ലാം സന്തോഷമായി. അത് പിന്നെ അങ്ങനെയാണല്ലോ, ഏതൊരു മക്കൾക്കും അവരുടെ മാതാപിതാക്കളും അവരും ഒരുമിച്ചുള്ള ആ ഒരു ജീവിതമാണ് താല്പര്യം. അങ്ങനെ എല്ലാവരും സന്തോഷിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു സീനോട് കൂടി ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. പിന്നെ എപ്പോഴും ചോദിക്കുന്ന പോലെ ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നാ പിന്നെ അടുത്തൊരു അടിപൊളി കഥയുമായി വരുന്നത് വരെ ചെറിയൊരു ഷോർട്ട് ബ്രേക്ക്.